ഒരു ലോങ് ടൈം ഇൽനെസ്സിന് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ താമസിച്ച് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു ട്രെയിൻഡ് ആയ, ക്വാളിഫൈഡ് ആയ ഹോം നേഴ്സിനെ വെച്ച് വീട്ടില് ചികിത്സിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഉപകാരം വീട്ടിലുള്ള കംഫർട്ട്, അതുപോലെയുള്ള ഇമോഷണൽ സപ്പോർട്ട് ഇത് ഹോസ്പിറ്റലിൽ ഒരിക്കലും കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇമോഷണൽ സപ്പോർട്ട് പേഷ്യന്റിന് കിട്ടാൻ സാധ്യത, ഫാമിലി മെമ്പേഴ്സിന്റെ ചെറിയ സപ്പോർട്ട്, ഹെൽപ്പുകളെല്ലാം കിട്ടാൻ സാധ്യത എപ്പോഴും വീടുകളിൽ ചികിത്സിക്കുമ്പോഴാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രെയിൻഡ് ആയ, ക്വാളിഫൈഡ് ആയ ഒരു നേഴ്സിനെ വെച്ചിട്ടാണ് ചികിത്സിക്കേണ്ടത്. ബെഡ് റിഡൻ കെയർ ആയാലും പല ലോങ് ടൈം കെയർ ആയ ഡിമെൻഷ്യ കെയർ, അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെയുള്ള അങ്ങനെയുള്ള അസുഖങ്ങൾ ഒരുപാട് നാള് ഹോസ്പിറ്റലിൽ ആദ്യത്തെ ഒരു ചലഞ്ചസ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാള് ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാറി വീട്ടിലേക്ക് വന്ന് വീട്ടിലെ ഒരു ഹോം കെയർ സെറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെഡ്യൂസ്ഡ് ഇൻഫെക്ഷൻ റിസ്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലിൽ പല രോഗികളുണ്ട്, പല തരത്തിലുള്ള അസുഖങ്ങളുള്ള രോഗികളുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ ലോങ് ടൈം ഇൽനെസ് ഉള്ള പേഷ്യൻസിന്. അപ്പൊ അങ്ങനെയുള്ള ലോങ് ടൈം ഇൽനെസ് കുറയ്ക്കാൻ, അതായത് ഇൻഫെക്ഷൻ, മറ്റുള്ള രോഗികളുടെ ഇൻഫെക്ഷൻ ഈ പേഷ്യന്റിന് കിട്ടാതിരിക്കാൻ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് കൂടുതലും വീടുകളിൽ വെച്ച് ചികിത്സ ചെയ്യുന്നതാണ്. അതുപോലുള്ള ഇൻഫെക്ഷൻ സാധ്യത വളരെ കുറവാണ്. മൂന്നാമത്തെയും പ്രധാനപ്പെട്ട ഇതാണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പൊ വീടുകളിൽ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ നല്ല ട്രെയിൻഡ് ആയി ക്വാളിഫൈഡ് ആയ നേഴ്സിനെ വെച്ച് ചികിത്സിക്കുമ്പോൾ കമ്പയർ ടു ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ നാലിലൊന്നും ചികിത്സയുടെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അത് മറ്റുള്ള പലർക്കും താങ്ങാവുന്നത് ആയിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ 1 മാസമോ 2 മാസമോ ചികിത്സിക്കുന്നതിനേക്കാളും വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആയിരിക്കും വീടുകളിൽ നല്ല ട്രെയിൻഡ് ആയ ഒരു ഹോം നേഴ്സിനെ വെച്ച് ചികിത്സിക്കുന്നത്. എപ്പോഴും ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമവും, അതുപോലെ തന്നെ പല സപ്പോർട്ടുകൾ ഇല്ലാതെ പേഷ്യന്റിന് തന്നെ കൂടുതൽ മനോവിഷമം കൂടുതലായിരിക്കും. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് എന്നാണ് പോവുക എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഹോം കെയർ ആയിരിക്കും.